ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓരോ പ്രാവശ്യം കൂടെ ഒന്നിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ തുടർച്ചയായി ചിന്തിക്കുവാൻ വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 3:7. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുമുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ പഠന വിഷയമായ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതിൽ 6-ാമത്തെ സഭയെക്കുറിച്ചാണല്ലോ. സാധാരണയായിട്ട് ചിന്തിക്കുന്നത് പോലെ ഓരോ സഭയ്ക്കും സന്ദേശം കൊടുക്കുമ്പോൾ താൻ ആരാണ് എന്ന് യേശുക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ആ സഭയുടെ സ്വഭാവമനുസരിച്ചും അവരുടെ ആവശ്യമനുസരിച്ചുമാണ് തന്റെ സ്വഭാവ സവിശേഷത താൻ വെളിപ്പെടുത്തുന്നത്. ഇവിടെ നാം സാധാരണ ചിന്തിക്കുന്നത് പോലെ തന്നെ വാക്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് തന്നെ ഫിലദൽഫിയയിലെ സഭ എന്ന, ഫിലദൽഫിയ എന്ന് പറയുന്ന വാക്കിന് 2 ഗ്രീക്ക് വാക്കുകൾ സംയോജിച്ചുള്ളതാണ് ഫിലദൽഫിയ എന്ന വാക്ക്. ഫിലോസ് എന്ന് പറഞ്ഞാൽ ലവിംഗ് എന്ന, സ്നേഹം എന്ന. അഡൽഫോസ് എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ്, സഹോദരന്മാരെന്നാണ്. ഫിലദൽഫിയ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ബ്രദർലി ലവ്, സഹോദര സ്നേഹം എന്നാണ്. ഈ സഹോദര സ്നേഹം എന്ന പേര് തന്നെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പേരാണ്. നമ്മുടെ കർത്താവ് തന്റെ കൽപ്പനയിൽ, തന്റെ പ്രസംഗത്തിൽ, പഠിപ്പിക്കലിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, സഹോദരന്മാരെ സ്നേഹിക്കണമെന്നും പ്രത്യേക കർത്താവ് കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പന പിന്നീട് യോഹന്നാനും മറ്റും ലേഖനം എഴുതുമ്പോൾ ആവർത്തിച്ച് നമ്മളെ ഓർപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ സഭയുടെ പേരായ ഫിലദൽഫിയയിലെ സഭ എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രയോ അർത്ഥവത്തായിരിക്കുന്ന കാര്യമാണ്. കർത്താവിന്റെ ഹൃദയത്തെ തന്നെ തണുപ്പിക്കുന്ന ഒരു പേരാണ് എന്നുള്ളതിൽ സംശയമില്ല. ഈ 2 വാക്കുകൂടെ ചേർന്ന് സഹോദര സ്നേഹം, സാധാരണ ബൈബിൾ പറയുന്നത് സഹോദര പ്രീതി എന്നാണ്. ആ വാക്ക് ഒന്നിച്ച് പലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ 3 വാക്കുകളൊന്ന് വായിക്കാം. റോമലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് റോമിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുമ്പോൾ ആ കാര്യം പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നുണ്ട്. റോമലേഖനം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, റോമൻസ് ചാപ്റ്റർ 12:10. സഹോദര പ്രീതിയിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുകയും. ഫിലദൽഫിയ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുന്നത് സഹോദര പ്രീതിയിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നത്. അപ്പോ സഹോദരന്മാരെ സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു. ഇനി എബ്രായലേഖനം 13-ാം അധ്യായം വളരെ സുപരിചിതമായ വാക്യമാണ്, എന്നാലും വായിക്കാം. അതിന്റെ 1-ാമത്തെ വാക്യം, ഹെബ്രൂസ് ചാപ്റ്റർ 13:1. അവിടെ ലേഖനകാരൻ പറയുന്നത് മറ്റൊരു കാര്യം സംബന്ധിച്ച സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതീ സൽക്കാരം മറക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഫിലദൽഫിയ എന്നുള്ള വാക്കാണ്. താൻ ഉദ്ദേശിക്കുന്നത് സഹോദരന്മാർക്ക് നമ്മൾ ആതിഥ്യം അരുളുമ്പോൾ, അവരെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ ഒന്നിച്ച് ഭക്ഷിപ്പാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തുണ്ടായിരിക്കണം? സഹോദര പ്രീതി ഉണ്ടായിരിക്കണം. എന്റെ പ്രതാപം കാണിക്കാനല്ല, ഞാൻ കൊടുക്കുന്നതിനെന്ന് പറയാനല്ല, എനിക്ക് തന്നോണമെന്ന് പറയാനല്ല. ഇതിൽ പിന്നിൽ ഒരു കാരണം കൂടാതെ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതിന്റെ ഒരു തെളിവാണ് ഒന്നിച്ച് ഭക്ഷിക്കാനായിട്ടിരിക്കാം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിന്റെ ആത്മാർത്ഥതയാണ് നാം ഇവിടെ കാണുന്നത്. ഒരു വാക്കുകൾ വായിച്ച് അദ്ദേഹം അവസാനിപ്പിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലനും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. 1 പത്രോസ് 1:22 വാക്യം. എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കുക. നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കുക. അപ്പൊ ആ സഹോദര പ്രീതി എന്ന വാക്കിന്റെ മുൻപും പിന്നും ഓരോ വാക്കുണ്ട്. നിർവ്യാജം, നിർമ്മലീകരണം. അതിന്റെ അർത്ഥം ഒരു കാരണവശാലും
വ്യാജമായിട്ട് സ്നേഹിക്കരുത്. സ്നേഹത്തിൽ നിർമ്മലത ഉണ്ടായിരിക്കണമെന്നാണ്. നിർമ്മലത, അതാണ് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സ്നേഹിച്ചതുപോലെ നമ്മളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ, സഹോദരന്മാരെ സ്നേഹിക്കുന്നെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, അത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹമാണ്. അതിൽ കുറഞ്ഞൊന്നും കർത്താവ് അംഗീകരിക്കത്തില്ല. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ തോന്നാം, അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമ്മളെ കൊണ്ട് സാധിക്കണമല്ലോ, നമ്മളെ കൊണ്ട് സാധിക്കണം. കർത്താവ് എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നു, ഇന്നും സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നേരം നമ്മൾ എഴുന്നേറ്റ സമയം മുതൽ ഇവിടെ കയറുന്ന സമയം വരെ, ഇപ്പൊ ഒന്നും കുഴപ്പമില്ല, ഈ കയറുന്ന സമയം വരെ നമ്മൾ എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചു. നമ്മുടെ നോട്ടത്തിലും, നമ്മുടെ ചിന്തയിലും, നമ്മുടെ സംസാരത്തിലും, നമ്മുടെ മനോഭാവത്തിലും, നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ എന്തെല്ലാം കുഴപ്പം കാണിച്ചു. കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു അളവ് അല്പമെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? കുറയത്തില്ല. നമ്മുടെ നന്മ കൊണ്ടല്ല ഇന്ന് സ്നേഹിക്കുന്നത് താൻ ദൈവമായതുകൊണ്ടാണ്. നിത്യതയെ സ്നേഹിച്ചു തുടങ്ങിയതുകൊണ്ട് നിത്യതയുള്ള സ്നേഹം തുടരും. അത് ഒരു വ്യത്യാസം അതിന് വരുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് കൂടുതൽ സ്നേഹിക്കത്തില്ല, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൊണ്ട് സ്നേഹം കുറഞ്ഞു പോകത്തുമില്ല. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ സ്നേഹിച്ചതുപോലെ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ സംശയിക്കേണ്ട, കഴിയാത്ത കാര്യം നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് ആ പ്രാരംഭവാക്യത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു പ്രേരണ ലഭിച്ചത്. ഞാൻ ആ കാര്യം നിങ്ങളോട് പറയാം. ഈ വാക്ക് തന്നെ ആ സഭയുടെ ക്വാളിറ്റി, അതിന്റെ യോഗ്യത, അതിന്റെ നന്മയെ കാണിക്കുന്നതാണെന്നുകൂടെ ഒരു വാക്ക് പറയാം. പിന്നെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. 3-ാമത്തെ 7-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, ഫിലദെൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, കർത്താവിന്റെ പേരാ, വിശുദ്ധനും സത്യവാനുമായവൻ എഴുതുന്നത്. വിശുദ്ധനും സത്യവാനുമായവൻ. താന് വിശുദ്ധനാണെന്നും സത്യവാനാണെന്നും തനിക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ ആവശ്യമില്ല. നമുക്കറിയാം, അത് ഈ രണ്ട് സ്വഭാവ സവിശേഷതകൾ ദൈവത്തിനുള്ളതാണ്. ഗോഡ്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. വിശുദ്ധിയും സത്യവും കർത്താവിന്റെ സ്വഭാവമാണ്. അത് ഇല്ലെങ്കിൽ ദൈവമല്ല. ഇവിടെ പറയുമ്പോൾ ഞാൻ അങ്ങനെയുള്ളവനാണെന്ന് ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടില്ലെന്നും താൻ ഉറപ്പായിട്ട് പറയുന്നു എന്ന ആശയം മാത്രമേ ഉള്ളൂ. നമുക്ക് ആ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചാൽ, പിതാവ് വിശുദ്ധനാണ്, പുത്രൻ വിശുദ്ധനാണ്, ആത്മാവ് വിശുദ്ധനാണ്. നമുക്ക് ഈ കാര്യം അറിയാൻ നമ്മൾ പണ്ട് പഠിച്ചപ്പോൾ, തൃത്വം പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. താൻ വിശുദ്ധനാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞു, യഹൂദന്മാരുടെ മുഖത്ത് പറയുക, നിങ്ങൾ ക്രൂശിച്ച ആരാണെന്നറിയാമോ? വിശുദ്ധനും നീതിമാനുമായവനെ, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ ക്രൂശിച്ചു എന്ന് അവരോട് പറയുകയുണ്ടായി. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു വിശുദ്ധനാണെന്ന് പണ്ട് പറയുക മാത്രമല്ല, മരിച്ച പറയുക മാത്രമല്ല, പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ കുറിച്ച് അപ്പോസ്തലന്മാരും പല പ്രാവശ്യം പ്രസംഗിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. പിന്നെ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും, വിശുദ്ധനും സത്യവുമായവൻ. താന് സത്യമെന്ന് പറഞ്ഞാൽ താൻ സത്യമേ പറയൂ എന്നല്ല അതിന്റെ അർത്ഥം. താൻ സത്യമാണ്. ഹി ഹിംസെൽഫ് ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ തനിക്ക് സത്യമല്ലാതെ ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രമിക്കും കള്ളം പറയാതിരിക്കാനായിട്ട്. കർത്താവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. കാരണം കള്ളം പറയുക എന്ന കാര്യം തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എന്നാ? തന്നിൽ കള്ളം, അസത്യം, അശേഷമില്ല, സത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്റെ ആ രണ്ട് സ്വഭാവ സവിശേഷതകൾക്ക് എന്നും ഒരുപോലെ ഉണ്ട് എന്ന് ഈ സഭയെ ആദ്യം ഓർപ്പിക്കുക. കാരണം ഈ സഭയെക്കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. നമ്മൾ പിന്നീട് പഠിക്കും. പറയാനില്ലാത്തോട് ഞാൻ പറയുന്നത്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ സത്യവാനാണ്, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടപ്പോൾ ആ വിശുദ്ധിയോട് സത്യസന്ധയോട് കൂടെ നിങ്ങളോട് പ്രതികരിക്കുന്നു എന്നുകൂടെയാണ് പറഞ്ഞതിന്റെ ആശയം. ഇനി ഇത് മാത്രമല്ല, കർത്താവിന്റെ വരവിന് ശേഷം ഈ ഭൂമിയിൽ ഉപദ്രവ കാലം നടക്കുമ്പോൾ അന്ന് ഈ അന്ത്യക്രിസ്തുവിനെ നമസ്കരിക്കാത്തവരും അവനെ അംഗീകരിക്കാത്തവരുമൊക്കെ കൊല്ലപ്പെടുന്ന സമയമുണ്ട്. നോക്കിക്കേ, 6-ാമത്തെ അധ്യായം വെളിപ്പാട് 6-ന്റെ 9-10 വാക്യം നോക്കിക്കേ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായി നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായം വിധിക്കും,
പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് യേശുക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിച്ച് വിശ്വസിക്കുന്ന ആളുകള് കൊല്ലപ്പെടുക. അവരുടെ ആത്മാക്കൾ സംസാരിക്കുന്നതായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്, ദൈവമേ നീ പരിശുദ്ധനും സത്യവാനുമാ, നീ എത്രത്തോളം ന്യായം വിധിക്കാതിരിക്കും എന്ന് ചോദിക്കുക. അപ്പോൾ നിത്യതയിൽ അവൻ പരിശുദ്ധനും സത്യവാനുമാണ്, പ്രവൃത്തിയിൽ അവൻ പരിശുദ്ധനും സത്യവാനുമാണ്, ഇന്നത്തെ നമ്മുടെ പ്രസംഗത്തിൽ അവൻ പരിശുദ്ധനും സത്യവാനുമാണ്. പിന്നീട് വരുവാൻ പോകുന്ന കാലത്ത്, മഹോദര കാലത്ത് കർത്താവിന്റെ നാമത്താൽ കൊല്ലപ്പെടുന്ന ആത്മാക്കളും ആ സത്യം അവിടെ ഉറച്ച് പറയാൻ പോകുക. അപ്പോൾ പറഞ്ഞതിന്റെ ആശയം, കർത്താവിന്റെ ആ രണ്ട് പ്രത്യേകമായ സ്വഭാവത്തിന് ഒരു വ്യത്യാസം ഒരിക്കലും വരികയില്ല. ഈ കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നുവെന്നും സേവിക്കുന്നുവെന്നും നാം ഓർത്തോണം. ഇതൊരു സഭയോട് പറയുക, നമ്മളും സഭാംഗങ്ങളാണ്. നമ്മൾ ഓർക്കേണ്ടത്, നാം ആരാധിക്കുന്ന കർത്താവ്, നാം പ്രാർത്ഥിക്കുന്ന ആരോടോ ആ കർത്താവ്, നമ്മെ നടത്തുന്ന ആരാണോ അവൻ പരിശുദ്ധനുമാണ്, സത്യവാനുമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധിയും സത്യവും സൂക്ഷിച്ചില്ലെങ്കിൽ ആ ബന്ധത്തിന് വിള്ളലുണ്ടാകും. കർത്താവ് നമ്മളെ വിട്ടുപോകുന്നല്ല പറഞ്ഞ്, സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല പറഞ്ഞത്. ആ പരിശുദ്ധിയും സത്യവും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ കർത്താവും നാമും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാകും. പത്രോസിന്റെ കാല് കഴുകാൻ വന്നപ്പോൾ, ശിഷ്യന്മാരുടെ കാല് കഴുകിയ കൂട്ടത്തിൽ പത്രോസിന്റെ കാല് കഴുകാൻ വന്നപ്പോൾ അത് പാടില്ലെന്ന് പത്രോസ് പറഞ്ഞു. ഇപ്പൊ കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ നിന്റെ കാല് കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കിടുന്നതാണ്. മനസ്സിലായി? എന്നിലല്ല, എന്നിൽ പങ്കുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാവരും കർത്താവിൽ പങ്കുണ്ട്. എന്നാൽ കൂടെ പങ്കെന്ന് പറയുമ്പോൾ അനുദിന പ്രായോഗിക ജീവിതം മെച്ചപ്പെട്ടില്ലെങ്കിൽ ആ കൂടെയുള്ള നടപ്പിന് ഭംഗം വരും. അതാ പറഞ്ഞതിന്റെ ആശയം. അപ്പൊ നമ്മളിത് പ്രായോഗികമാക്കുവാൻ ബാധ്യതയുള്ളവരാണെന്ന് പറഞ്ഞ് ആ വാക്കൊന്നുകൂടെ വായിക്കാം. 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവൻ വിശുദ്ധനും സത്യവാനുമാണ്. പിന്നാരാ? ദാവീദിന്റെ താക്കോലുള്ളവനാണ്. ദാവീദിന്റെ താക്കോലുള്ളവനാണ്. ഈ താക്കോൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യായമായിട്ട് അത് എന്തിനുള്ളതാണ്? അത് ഉപയോഗിച്ച് തുറന്ന് കയറാനും തുറന്നിറങ്ങാനും അല്ലെങ്കിൽ തുറക്കാനും അടയ്ക്കാനും ഉള്ളതാണ്. ഈ താക്കോൽ പൊതുവെ അധികാരത്തെയും പദവിയൊക്കെ കാണിക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും സഹോദര പ്രശ്നം ഉണ്ടാകാനായിട്ട് കേട്ടിട്ടുണ്ട്, താക്കോൽ തിരിച്ചു വാങ്ങിച്ചതുകൊണ്ട്. താക്കോൽ ആളുകളാണ് ഇരിക്കുന്നത്, അവർക്കൊരു ധാരണയുണ്ട്, അവരാണ് അവിടുത്തെ എല്ലാം. അവർ തുറക്കുന്നു, തൂത്തുവാരുന്നൊക്കെ ശരിയാണ്, നല്ല കാര്യമാണ്. അത് കർത്താവിന്റെ പേര് താക്കോൽ അല്ലല്ലോ എന്തായാലും. അപ്പൊ താക്കോലിന്റെ പേരിലെങ്കിലും ആരും വഴക്കുണ്ടാക്കാൻ പോകണ്ട. ഇത് പലരും കേൾക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞത്. ഇത് പലയിടത്തെയും പ്രശ്നമാണ്. അതല്ല ഇവിടുത്തെ താക്കോൽ. കർത്താവിന്റെ അധികാരത്തെയും പദവിയും, അധികാരം എന്ന് പറഞ്ഞ പോരാ, പരമാധികാരത്തെ കാണിക്കുന്നതാണ്. അവരൊരു കാര്യം ചെയ്താൽ അത് തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. അവൻ തടസ്സപ്പെടുത്തിയാൽ അത് നേരെയാക്കാൻ ആരും കഴിയത്തില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ദാവീദിന്റെ താക്കോലായവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ദാവീദിന്റെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദാവീദിന്റെ സന്തതി എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവനെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാവീദിന്റെ വേരായവനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇശായിയുടെ കുറ്റിയെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദാവീദിന്റെ സിംഹാസനം ഒരു കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ അനേക വാക്കുകൾ ദാവീദിനോട് ചേർത്ത് കർത്താവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാവീദിന്റെ ഗോത്രത്തിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്ന ആശയത്തിലാണ് ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് പറഞ്ഞതിന്റെ ആശയം. ഇനി ഈ പുസ്തകം നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാരംഭ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. നോക്കിക്കേ, 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, റെവലേഷൻ ചാപ്റ്റർ 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് താൻ തന്നെ ആ താക്കോലിനെ തുറന്ന് മരിക്കുവായിരുന്നു. കർത്താവിനെ ആരെങ്കിലും കൊന്നു എന്ന് പറഞ്ഞത് സത്യമാണെങ്കിലും താനെന്തോ ആദ്യം പറഞ്ഞു, ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. പിന്നെന്താ പറഞ്ഞ, എന്റെ ജീവനെ തിരികെ പ്രാപിക്കുന്നു. ഇപ്പോൾ ഈ മരണത്തിൽ താക്കോൽ ഉപയോഗിച്ച് താൻ തന്നെ മരിച്ചു, താൻ തന്നെ ഉയർത്തു വന്നു. മത്തായി സുവിശേഷം 22 അധ്യായം വായിക്കുന്നത് 28. സ്ത്രീകൾ അവിടെ നിൽക്കുമ്പോൾ ദൂതൻ പറയുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പിച്ചെന്നല്ല പറഞ്ഞത്, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ മരിക്കാൻ തനിക്ക് അധികാരമുണ്ടായിരുന്നു, ആ ജീവനെ പ്രാപിപ്പാൻ അധികാരം ഉണ്ടായിരുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലാണ്. അത് മാത്രമല്ല, ഇനി ഞാൻ ജീവിച്ചിരുന്ന് കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ മരിക്കും. ഞാൻ മരിക്കുമ്പോൾ കർത്താവ് ആ താക്കോലും കൊണ്ട് ആ മരണത്തിലേക്ക് എന്നെ അയക്കുക, നിങ്ങളെ അയക്കുക.
ലോകത്തിലെ സകല വിശുദ്ധന്മാരെയും കർത്താവ് തന്റെ താക്കോൽ ഉപയോഗിച്ച് മരണത്തിലേക്ക് അയക്കും. എന്നിട്ട് അതേ താക്കോൽ ഉപയോഗിച്ച് അവൻ വീണ്ടും നമ്മളെ ഉയർപ്പിക്കും. മരണത്തിന്റെയും പാതാളത്തിന്റെയും ജീവന്റെയും പുനരുത്ഥാനത്തിന്റെയും എല്ലാം അധികാരം അവനാണെന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് എത്ര ശ്രേഷ്ഠനാണ്. ഇതിലൂടെ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോഴും പാട്ടുപാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ഒട്ടും കുറഞ്ഞു കാണണ്ട. നമ്മൾ കർത്താവിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, കർത്താവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മൾ കർത്താവിനെ അറിയണം, നമുക്ക് കർത്താവിനെ പഠിക്കണം. എങ്കിൽ മാത്രമേ ആ ഹൃദ്യതയും ബന്ധവും ഭക്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ആ വാക്കിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. നമുക്കിനി ആ വാക്കിലേക്ക് മടങ്ങി വരാം. ബാക്കി വാക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദാവീദിന്റെ താക്കോലുള്ളവരുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവർ. ഈ വാക്ക് ഒരല്പം വിശദമായി പറയണമെന്ന് ഞാൻ വിചാരിക്കുക. പല വാക്കുകൾ പറയാൻ പേരേണ്ടി തന്നു. സമയത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ പറയാം. കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവാണല്ലോ. നമ്മൾ യേശുവെ ഞാൻ അങ്ങനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നു. കർത്താവ് സ്വീകരിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവനാ കർത്താവ്, അതിന് സംശയമൊന്നുമില്ല. ഒരു സ്ത്രീ പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ ഇന്നു മുതൽ അങ്ങേ എന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭർത്തൃത്വം നടത്തുന്നവനാണ്. ഭർത്തൃത്വം കർത്താവായി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവനാണ്. മനസ്സിലായോ? അപ്പോൾ സ്ത്രീ ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ച ശേഷം ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയാണ് എന്ത് കാര്യവും ചെയ്യേണ്ടതും ചെയ്യുന്നതും. ചെയ്യുന്നുണ്ടോന്ന് അറിയത്തില്ല, ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. ചെയ്യാത്തിടത്ത് നിശ്ചയമായിട്ട് ഉള്ളിക്കുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്യാത്തിടത്ത് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ഭർത്തൃത്വം അംഗീകരിച്ച ശേഷം ഭാര്യ ഭർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, ഭർത്താവിന്റെ അനുവാദം ചോദിക്കാൻ ചെയ്യുന്നതെങ്കിൽ ആ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയെങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച ശേഷം അവരുടെ കർത്തൃത്വത്തിൽ യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നാം കർത്താവിനെതിരെ ചെയ്താൽ നിശ്ചയമായിട്ട് ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകും. കർത്താവ് ചെയ്തിരിക്കും, കുഴപ്പമില്ല, പൊക്കോട്ടെന്ന് വിചാരിക്കുന്നതിനല്ല കർത്താവ്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ, അവന്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ജീവിതത്തിലെ എന്തും തുറക്കുവാനും അടയ്ക്കുവാനും അധികാരമുണ്ടെന്ന് ഓർത്തോണം. അവന്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യും. നമ്മളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവൻ അടച്ചു കളയും. നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, നമ്മുടെ ശുശ്രൂഷയാകട്ടെ, നമ്മുടെ മാനസിക ധൈര്യമാകട്ടെ, എന്തുമാകട്ടെ, അവൻ അടയ്ക്കണമെന്ന് വിചാരിച്ചാൽ അവൻ അടയ്ക്കും. കാര്യമുണ്ടെങ്കിൽ അടയ്ക്കും. അവന്റെ സമയത്ത് അവൻ തുറക്കും. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒരു വാക്കുകൂടെ പറയാം, പിന്നെ പറയുമ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ച് പറയും. അവൻ അടച്ചാൽ തുറക്കാൻ ശ്രമിക്കരുത്. പർപ്പസ് ഉണ്ട് അടയ്ക്കുന്നതിന്. ഒന്നാമത് പറഞ്ഞേക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. നോഹയോട് പറഞ്ഞു പെട്ടകം പണിയാൻ. പ്രസംഗിക്കാനും പറഞ്ഞു. നോഹ പെട്ടകം പണിയുകയും പ്രസംഗിക്കുകയും ചെയ്തുവെന്ന് ഉൽപ്പത്തി പുസ്തകവും പത്രോസ് ലേഖനങ്ങളോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പെട്ടകത്തിനകത്ത് കയറേണ്ടതിന് എല്ലാം കയറ്റി. എല്ലാവർക്കും കയറാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കയറിയില്ല. അത്രയും പേര് കയറി. പിന്നെ മൃഗങ്ങളെല്ലാം കയറി. പിന്നെ വായിക്കുന്നത് യഹോവ വാതിൽ അടച്ചാൽ നോഹയുടെ പെങ്ങളും അളിനൊക്കെ വന്നാലും നോഹയ്ക്ക് തുറക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നോഹയെ കൊണ്ട് അടപ്പിച്ചിരുന്നെങ്കിലോ? ദൈവം അടപ്പിച്ച് നോഹയെ കൊണ്ടല്ല, നോഹയെ കൊണ്ട് പെട്ടകം പണിയിപ്പിച്ചു. അവൻ ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു ജോലി മാത്രം അവന് കൊടുത്തില്ല. യഹോവ വാതിലടച്ചു. സമയമായപ്പോൾ തുറന്ന് അവരെ പുറത്തു വിട്ടു. പറഞ്ഞതിന്റെ ആശയം, കർത്താവ് ഒരു കാര്യം ചെയ്താൽ അതിനെതിരെ പ്രവർത്തിപ്പാൻ ആർക്കും കഴിയത്തില്ല. അതിൽ നമ്മൾ പറയുന്ന വാക്കാന്നൊരു സാധാരണ കൃപയുടെ വാതിൽ അടയുന്ന ഒരു സമയമുണ്ട്. വിളിക്കുന്ന സഹോദരന്മാരോട് പറയട്ടെ, ഏതെങ്കിലും നിലയിൽ നമ്മൾ ആ കഴിവത് കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യം നാം വഹിക്കുക. പ്രാർത്ഥനയിലാണെങ്കിൽ അങ്ങനെ, പ്രവൃത്തിയിലാണെങ്കിൽ അങ്ങനെ, സഹായത്തിലാണെങ്കിൽ അങ്ങനെ, അധ്വാനത്തിലാണെങ്കിൽ അങ്ങനെ, എന്തെങ്കിലും നിലയിൽ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുക. കാരണം ഒരിക്കൽ കാഹളനാദം കേട്ടാൽ പിന്നെ ആ കൃപയുടെ വാതിൽ അടയ്ക്കുക കർത്താവ്. പിന്നെ സുവിശേഷം പറയാൻ പറ്റത്തില്ല, നമുക്ക് അവസരം കിട്ടത്തില്ല, ജനങ്ങൾ കേൾക്കാൻ അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നാം കാര്യം അങ്ങനെ ചെയ്യണമെന്ന്
ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഈ അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ചില ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഒരു വാക്ക് നമുക്ക് വായിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. ശമൂവേൽ ചാപ്റ്റർ 1:5. ഇത് എൽക്കാനയുടെയും ഹന്നയുടെയും പെനിന്നയുടെയും ഒക്കെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ഭാഗമാണല്ലോ. 1 ശമൂവേൽ 1:5. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുത്തു. അത് എൽക്കാന ചെയ്ത കാര്യമാണ്. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ ഹന്നയുടെ ഗർഭം അടച്ചിരുന്നു. എന്തോ പറഞ്ഞില്ല ആശയം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ട്, ഹന്നയും പെനിന്നയും. നല്ലൊരു സഹോദരനാണ്. കൃത്യമായ ദൈവത്തെ ആരാധിക്കുന്നവൻ, യാഗം കഴിക്കുന്നവൻ, എല്ലാം ചെയ്യുന്നവനാണ്. ഭാര്യമാരെ സ്നേഹിക്കുന്നവനൊക്കെയാണ്. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ല. കാരണം യഹോവ അവളുടെ ഗർഭം യഹോവ അടച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. അവൾ മച്ചിയാന്നല്ല പറഞ്ഞാണോ? അല്ല, മച്ചിയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശരീരത്തിലുള്ളൊരു കുറവാണ്. അതൊരു രോഗം, ഒരു പക്ഷെ ചികിത്സ സൗഖ്യമാക്കാം. ഇതങ്ങനെയല്ല. അവൾക്ക് പ്രസവിക്കാനുള്ള ആരോഗ്യമുണ്ട്, എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. പക്ഷെ ദൈവം അടച്ചു എന്ന് പറഞ്ഞാൽ വിത്ത് പർപ്പസ്. ആ ഉദ്ദേശത്തിന് ഇങ്ങനെ പറയാം, ഈ ഗർഭം അടച്ചതിലൂടെ കർത്താവിന് ചിലരുടെ പ്രതികരണങ്ങളൊന്നും അറിയണം. അവളുടെ പ്രതികരണം എങ്ങനെയാ, അവളുടെ സഹോദരി പെനിന്നയുടെ പ്രതികരണം എങ്ങനെയാ, അവളുടെ ഭർത്താവിന്റെ പ്രതികരണം എങ്ങനെയാ നമുക്കൊന്ന് അറിയണം. എന്തായിരുന്നു ഓരോരുത്തരുടെ പ്രതികരണം? പെനിന്നെ അവളെ മാക്സിമം കളിയാക്കി, പരിഹസിച്ചു. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ സിസ്റ്റമായിട്ട് കളിയാക്കി എന്ന് പറയുന്നത്. സിസ്റ്റമായിട്ട് അത്ര കഠിനമായിരുന്നു അവളുടെ സ്വഭാവം. പോകുന്നിടത്തെല്ലാം കളിയാക്കുക. അപ്പൊ ഈ സഹോദരി അത്രമാത്രം ഹൃദയവേദനയോടെ ജീവിക്കുക. 2, എൽക്കാന തന്റെ ഭർത്താവിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അത് വളരെ അവളെ സ്നേഹിച്ചു, അവളെ ആശ്വസിപ്പിച്ചു. നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരൊക്കെ നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ആ വാക്കൊന്നും അവർക്ക് പോരായിരുന്നു ആശ്വാസം. എങ്കിലും അവൻ അതിന് നന്നായി പ്രതികരിച്ചു. അവിടെ ഹൃദയത്തിന്റെ വേദന കൊണ്ട്. എന്നാൽ ദൈവാലയത്തിൽ പോയി അല്പനേരം ശാന്തമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു. ഒരു സഹോദരി അല്ലയോ, അവിടെ പോയി ഉറച്ച് പ്രാർത്ഥിക്കാതെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എങ്ങനെ നേരിട്ട് നോക്കിക്കോ, ഇങ്ങനെ പ്രാർത്ഥിച്ചു. ചുണ്ട് മാത്രമേ അനങ്ങിയുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അന്നത്തെ ഉപദേശി, അങ്ങനെ പറഞ്ഞാൽ എളുപ്പം പിടികിട്ടും. അന്നത്തെ ഉപദേശി ഏലി പറയുക, അവള് ലഹരി പിടിച്ചവളാണ്, അവിടെ ലഹരി ഇറങ്ങട്ടെന്ന് പറഞ്ഞു. ഒരു സഹോദരിയുടെ ദുഃഖം, ഹൃദയഭാരം അറിയാൻ വയ്യാത്ത ശുശ്രൂഷകന്മാർ ഇന്നും സഭയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതോടെ പറയണമല്ലോ. അങ്ങനെ പറഞ്ഞ് അവളെ പരിഹസിച്ചു. പെനിന്നെ പരിഹസിച്ചു, ഭർത്താവ് ആശ്വസിപ്പിച്ചു, ഉപദേശി കളിയാക്കി. ഹന്ന എന്ത് ചെയ്തു? ഹന്ന പെനിന്നയോട് പ്രതികാരത്തിന് പോയില്ല, ഭർത്താവിനെ വഴക്ക് പറഞ്ഞില്ല, ഉപദേശിയോട് പ്രതികാരത്തിന് പോയില്ല, ഒന്നും തെളിയിക്കാൻ പോയില്ല. അവളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു വാക്കുണ്ട്, അവൾ ദൈവത്തിൽ അവളുടെ ഹൃദയം പകർന്നു. ഷീ poured out the heart എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിലെ വെള്ളം കാലിയാക്കുന്ന പോലെ ഹൃദയത്തിന്റെ വേദനയും ഭാരവും ദൈവത്തിൽ അവൾ പകർന്നു. ഹൃദയം കാലിയായി. പിന്നെ അവളുടെ മുഖം ദൈവത്തിന് അറിയേണ്ടത്, ഞാൻ ഒന്ന് അടച്ചു വെച്ചാൽ ആ അടച്ചതിനോട് നിന്റെ പ്രതികരണം എന്തായിരിക്കും? 4 പേരുടെ പ്രതികരണം 4 നിലയിലായിരുന്നു. 4 പേര് സമാധാനം പറയണം, 2 പേര് പ്രത്യേക സമാധാനം പറയണം, പെനിന്നയും ഏലിയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങൾ അടച്ചു വയ്ക്കും, ചിലർ അനുവദിക്കത്തില്ല, കുറെ നാളത്തേക്ക് അനുവദിക്കത്തില്ല. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അവൻ അറിയണം, മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നവൻ അറിയണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഏതെങ്കിലും സഹോദരോ സഹോദരിയോ ഏതെങ്കിലും കുടുംബമോ ഏതെങ്കിലും സഭയോ പ്രത്യേകമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു, ദൈവമാരെ തൽക്കാലം അടച്ചു വച്ചിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ വാ തുറക്കുന്ന സൂക്ഷിച്ചാകാം. ആവശ്യമില്ലാത്ത പ്രതികരണത്തിന് പോകരുത്, ആവശ്യമില്ലാത്ത കമന്റ്സ് പറയരുത്. ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആലോചിച്ചേ പറയാവൂ. നിന്റെ വാക്ക് അവർക്ക് വേദന ഉണ്ടാക്കരുത്, നിന്റെ വാക്ക് ദൈവത്തിന് വേദന ഉണ്ടാക്കരുത്. കർത്താവ് സമയമാകുമ്പം തുറക്കും. നോക്കിക്കുക 19-ാം വാക്യം. എന്താ 19-ാം വാക്യം? ഇപ്പൊ വായിച്ച 1 ശമൂവേൽ 1:19. യഹോവ ഹന്നയെ ഓർത്തു. അങ്ങനല്ലേ? യഹോവ ഹന്നയെ ഓർത്തു. 20-ാം വാക്യം. ഒരാണ്ട് കഴിഞ്ഞിട്ട് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. തുറന്നല്ലോ, തുറന്നു. അവനടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറക്കാൻ തുടങ്ങിയാൽ ആരും തടസ്സപ്പെടുത്തില്ല. യഹോവ ഓർത്തെന്ന് പറഞ്ഞാൽ അടച്ചിരുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് യഹോവയ്ക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ റിസൾട്ട് കിട്ടി. 4 പേരിൽ നിന്നും റിസൾട്ട് കിട്ടി. യഹോവ ഓർത്തു, യഹോവ തുറന്നു.
എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് അവർ മുൻപോട്ട് പോയി എന്നുള്ളത് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് പലരെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ഈ അടച്ചു വെച്ചു എന്ന് വാക്യമില്ലെങ്കിലും ചിലത് കർത്താവ് ഇങ്ങനെ മറച്ചു വെച്ചു എന്ന് വരാം. അബ്രഹാമിനോടും സാറയോടും ഒരു മകനെ കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ മുഖാന്തരം വലിയ ജാതിയായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ സമയത്ത് കർത്താവിന് സമയം ഉണ്ടായിരുന്നു. അത് നേരത്തെയുള്ള സമയമാണ്. ആ 100 വയസ്സാകുമ്പോഴേ കൊടുക്കത്തുള്ളത് കർത്താവിന് അറിയാമായിരുന്നു. ഈ 25 വർഷം അടച്ചു വെച്ചതിന്റെ ഉദ്ദേശം ഇവരെങ്ങനെ പ്രതികരിക്കുന്ന അറിയാനാണ്. മനസ്സിലായോ? എങ്ങനെ പ്രതികരിച്ചത്? അവരഭിപ്രായം മാറ്റി അവർ ചർച്ച ചെയ്ത് ഹാഗാറിനൊരു കുട്ടി ഉണ്ടാകാൻ തീരുമാനമെടുത്തു. തെറ്റിപ്പോയി. യഹോവ അടച്ചു വെച്ചത് സമയത്ത് അവൻ തുറക്കുമായിരുന്നു. തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയ ദുഃഖം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനിയും നീ തെറ്റിപ്പോയതുകൊണ്ട് യഹോവ സമയത്ത് തുറക്കാതിരുന്നോ? ഇല്ല, പറ്റത്തില്ലല്ലോ. അത് പറ്റത്തില്ല. സമയം തുറന്നെങ്കിലേ പറ്റും. കർത്താവിന് കാര്യം ഒരുപാട് ഇങ്ങനെ പോവുക. 100 വയസ്സാകുമ്പോൾ മകനെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് റോമാലേഖനം എഴുതുമ്പം പൗലോസിനെ കൊണ്ട് എഴുതിപ്പിക്കണം. സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായിരുന്നിട്ടും അബ്രഹാം അവൻ മരിച്ചവനായിരുന്നിട്ടും അവരിൽ നിന്ന് കുഞ്ഞുണ്ടാകത്തക്കവണ്ണം വിശ്വാസത്തിൽ നിലനിന്ന് അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് എന്നെ നിങ്ങളെ ബലപ്പെടുത്തണം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? സമയമായപ്പോൾ തുറന്നു. ഇവരടയ്ക്കുന്ന പരാജയപ്പെട്ടതുകൊണ്ട് താൻ തുറക്കാതിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറയാൻ പോവാ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ ഇങ്ങനെ മറച്ചുമടച്ചൊക്കെ വെക്കും. നമ്മൾ വേറെ വഴിയെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മാത്രമല്ല, കർത്താവ് സമയത്ത് അടച്ചു വെച്ച് തുറന്ന് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ വഴി നടത്തുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് ചിന്ത വരും. അതിൽ ഭേദം ഇപ്പോഴൊക്കെ നന്നായിരിക്കുന്നതല്ലേ. നമുക്ക് കുറച്ച് മെച്ചമായി ജീവിക്കാം. കാരണം വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നാളിലൂടെ കേൾക്കുന്നത്. സത്യമായിട്ട് ഇത് പ്രായോഗിക ജീവിതത്തിന്റെ കാര്യമാണ്. വെറുതെ നമ്മളൊരു കാര്യം പഠിച്ചു പോകുകയല്ല. അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. മറ്റ് ചില കാര്യങ്ങൾ പറയുന്നത് തുറന്ന കാര്യം തന്നെ പറയുന്നുണ്ട്. പത്രോസിനെ കൊല്ലേണ്ടതിന് തീരുമാനിച്ച് ജയിലടച്ചിരിക്കുക. പിറ്റേ ദിവസം അവനെ നിർത്തി കുശം ചെയ്യുക, കൊല്ലുക, യാക്കോബിനെ കൊന്ന പോലെ. ചരിത്രം അറിയാവുന്നതിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പുസ്തകപ്രവൃത്തി 12-ാം അധ്യായത്തിലാണ്. പത്രോസ് ജയിലിൽ കിടക്കുന്നു. അവൻ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി. കർത്താവിന് ദൂതൻ വന്ന് അവനെ ഉണർത്തി. അവനെ കൊണ്ട് പോവാ. ആദ്യത്തെ ഗേറ്റ് കടന്ന് പോകുമ്പോൾ പിന്നെ വായിക്കുന്നത് പിന്നത്തെ ഗേറ്റ് അവരുടെ മുമ്പിൽ താനേ തുറന്നു എന്നാണ്. താനേ തുറന്നു, ഓപ്പൺ ഇറ്റ്സെൽഫ്. തുറന്നു തന്നെ വായിക്കുന്നു. തുറന്ന് ഇറങ്ങിപ്പോയത്. ആരടച്ചത്? അടച്ച കർത്താവല്ല, രാജാവാ, പടയാളികളാണ്, സർക്കാരാണ്. സർക്കാർ അടച്ചാൽ കർത്താവ് തുറക്കും. കർത്താവ് അടച്ചാൽ ആരും തുറക്കും. തുറക്കാൻ ഒക്കത്തില്ല ആരെങ്കിലും. അതിന് വേറെ മാർഗമൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. ആ കർത്താവ് അടച്ച് തുറക്കത്തില്ല. അവനെ തുറന്ന് പുറത്തു കൊണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഹെരോദാവിന്റെയും യഹൂദന്മാരുടെയും സകല പ്രതീക്ഷയിൽ നിന്നും എന്ന വാക്യം, സകല പ്രതീക്ഷയിൽ നിന്നും അവനവരെ പുറത്തു കൊണ്ടുപോയി. എന്റെ പ്രിയ സഹോദരന്മാരെ, വിശ്വാസികളാണെങ്കിൽ പോലും പരിചയമുള്ളവരാണെങ്കിൽ പോലും മറ്റ് ചില വിശ്വാസികളുടെ കഷ്ടം കാണുമ്പോൾ വലിയ പ്രതീക്ഷയുള്ളവരുണ്ട്. അവനങ്ങനെ വരണമെന്ന്. ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവരെ കേൾക്കാൻ ഞാൻ പറയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് ആ പ്രതീക്ഷയിൽ നിന്ന് തന്റെ ജനത്തെ, തന്റെ മക്കളെ വിടുവിക്കും. സംശയമൊന്നുമില്ല. അവൻ കഥ തുറക്കും. വിടുവിക്കുന്ന പലരും പല നിലയിൽ വ്യത്യസ്തമായ സാഹചര്യത്തിൽ കടന്നു പോകുന്നവരാണല്ലോ. പല കാരണങ്ങളാണ്. കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. അടുത്ത വായിക്കുന്നത് പൗലോസും ശീലാസും. അത് 16-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 16-ാം അധ്യായം. അവിടെ വായിക്കുന്നത് പൗലോസ് ശീലാസും ഒക്കെ പ്രവർത്തനത്തിൽ പോയപ്പോൾ ഒരു പുഴവക്കത്ത് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങുക. അവിടെ കേട്ടുകൊണ്ടിരുന്ന ലുദിയ എന്ന് പറഞ്ഞ സഹോദരിയുണ്ട്. അവൾ വിശ്വസിക്കേണ്ടതിന് അവളുടെ ഹൃദയം തുറന്ന് ആദ്യം 16-ാം അധ്യായത്തിലാണ്. അപ്പം നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞാലും, നമ്മൾ എത്ര പ്രസംഗിച്ചാലും നമ്മുടെ കഴിവൊന്നുമല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. അത് ഓർത്തിരുന്നോണം. ഞാൻ പറഞ്ഞു എന്നും ആരും പറയണ്ട. കർത്താവ് ഹൃദയം തുറക്കാതെ ഒറ്റ കുഞ്ഞുങ്ങളും യേശുവിനെ കർത്താവ് ചെയ്തിരിക്കുന്നില്ല. നമ്മളെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. പൗലോസ് പ്രസംഗിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടതല്ല പറഞ്ഞത്. പിന്നെ
പൗലോസ് പറയുന്നത് വിശ്വസിക്കേണ്ടതിന്, ശ്രദ്ധിക്കേണ്ടതിന് അവളുടെ ഹൃദയം കർത്താവ് തുറന്നു. ആദ്യം തുറന്നത് അവളുടെ ഹൃദയമാണ്. അവള് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ആ ദേശത്ത് സഭ കൊണ്ട് മുഖാന്തരമായി തീർന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. രണ്ടാമത് സംഭവിച്ചതറിയാമോ? അവിടുത്തെ ആ ശുശ്രൂഷ മുഖാന്തരം പൗലോസും ശീലാസും ബന്ധനത്തിലായി, കാരാഗൃഹത്തിലായി. രാത്രിയിൽ ഭൂകമ്പം, അതേ അധ്യായം തന്നെയാണ്. രാത്രിയിൽ ഭൂകമ്പം ഉണ്ടായി, അടിസ്ഥാനം വരെയുള്ള ഈ കഥകളൊക്കെ തുറന്നു, അവർ പോയി. ദോഷം വല്ലതും ഉണ്ടായോ? ഇല്ല. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രാത്രി തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. കർത്താവ് തുറന്നാൽ അങ്ങ് തുറക്കുക. ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു, സഭയ്ക്ക് മുഖാന്തരമായി. കഥവ് തുറന്നു, സഹോദരന്മാർ രക്ഷപ്പെട്ടു. മാത്രമല്ല, സഹോദരന്മാർ രക്ഷപ്പെടുകയും കാരാഗ്രഹപ്രാണി രക്ഷിക്കപ്പെടുകയും ചെയ്തു. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തുമില്ല. അത്രയും അതിനകത്ത് നിന്ന് പറയാനുള്ളൂ. ഒന്ന് രണ്ട് വാക്ക് കൺക്ലൂഷനായിട്ട് പറയട്ടെ, പിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി കാര്യങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം. എന്റെ മുൻപിൽ ഇരിക്കുന്ന എന്നേക്കാൾ പ്രായമുള്ളവരും ശുശ്രൂഷയിൽ മുൻപ് പരിചയമുള്ളവരും സഹോദരന്മാരൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ എല്ലാ അവസ്ഥയും കൂടെ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക കാര്യത്തിൽ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യപരമായ കാര്യത്തിൽ, നമ്മുടെ ആത്മീയ കാര്യത്തിൽ, സമൂഹത്തിലെ നമ്മുടെ ചില പ്രത്യേക വിഷയങ്ങളിൽ, സഭാകാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കർത്താവ് ഇത് അടച്ചു വച്ചിരിക്കുകയാണോ എന്ന് തോന്നിയിട്ടില്ലേ? ഇനി മേലിലും അങ്ങനെ ഉണ്ടാകാം. ഒരു കാര്യം ചെയ്യേണ്ടത്, അടച്ചു വച്ചിരിക്കുന്നു എന്ന് തോന്നിയാൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യണം, അതങ്ങ് സ്വീകരിക്കണം. ഒരു കാരണവശാലും തുറക്കുവാനുള്ള യാതൊരു മാർഗവും സ്വീകരിക്കരുത്. സ്വീകരിച്ചാൽ കർത്താവിന്റെ പർപ്പസ് നടക്കത്തില്ല. സാറ തുറക്കാനുള്ള മാർഗം സ്വീകരിച്ചതുകൊണ്ട് വേറെ ദോഷമുണ്ടായി. ഹന്ന വേറെ മാർഗം സ്വീകരിക്കാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ പ്രസംഗിച്ചു കൊടുത്ത് ഹന്നയുടെ മാതൃകയാണ് പറഞ്ഞത്. സാറെ മാതൃകയായിട്ട് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് കർത്താവ് എന്നെ തൽക്കാലം ഇങ്ങനെ വെച്ചിരിക്കുക, ചില ഉദ്ദേശമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കണം. ഇനി കർത്താവ് തുറന്നാലോ നമ്മുടെ ജീവിതത്തിന്റെ ക്രമക്കേട് കൊണ്ടോ അനുസരണക്കേട് കൊണ്ടോ അലക്ഷ്യമായ ജീവിതം കൊണ്ടോ അടയ്ക്കാൻ ഇടയാകരുത്. രണ്ടും മനസ്സിലാക്കി വിചാരിക്കുക, രണ്ടും മനസ്സിലാക്കി വിചാരിക്കുക. തുറന്നാൽ അടയ്ക്കാനിടയാകരുത്, അടച്ചാൽ തുറക്കാൻ ശ്രമിക്കരുത്. സമ്പൂർണമായ സമർപ്പണം നമുക്ക് വിഷയത്തിൽ ആവശ്യമാണെന്ന് പറയുന്നത്. ഇനി ഒരു വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സഹോദരന്റെയും ഒരു സഹോദരിയുടെയും ഒരു കുടുംബത്തിന്റെയും ഒരു സഭയുടെയും ആരുടെയും നന്മ ഞാൻ മുഖാന്തരം അടഞ്ഞു പോകരുത്. എന്താ സഹോദര അങ്ങനെ പറയാൻ വാക്ക് പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഞാൻ വായിക്കുന്നു ഉൽപ്പത്തി 26, നോക്കിക്കേ, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 26, ഉൽപ്പത്തി 26 15 വാക്യത്തിൽ ഇസ്ഹാക്കിന്റെ കാലത്ത് നടന്ന ഒരു കാര്യം. ജെനസിസ് 26:15. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. എന്നുവെച്ചാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടച്ചു കളഞ്ഞു. കിണറ് മണ്ണിട്ട് അടച്ചു കളഞ്ഞു. വെള്ളം കൂടി മുട്ടിച്ചെന്ന് 17 വാക്യം, വേഴ്സ് 17. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ കൂടാരമടിച്ച് അവിടെ പാർത്തു. 18 വാക്യം. അവന്റെ പിതാവ് അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറ് ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവയ്ക്കിട്ട പേര് തന്നെ ഇട്ടു. 19 വാക്യം. ഇസ്ഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീറുറവയുള്ള ഒരു കിണർ കണ്ടു. അത് പറയാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇസ്ഹാക്കിന്റെ കാലത്ത് അപ്പന്റെ നന്മ, കുടിക്കുന്ന വെള്ളമാണ് ഇത്, കുടിക്കുന്ന വെള്ളം, അത് അടച്ചു കളഞ്ഞെന്ന് ശത്രു. ഒരു വാക്കുപോലും വഴക്കുണ്ടാക്കിയില്ല, പ്രതികാരം ചെയ്തില്ല. അവൻ അവിടെ നിന്ന് പോയി അപ്പുറത്ത് വേറൊരു കിണറ് കുഴിച്ചു. അവിടെ എന്ത് ചെയ്തു? അവർ മണ്ണിട്ട് നികത്തി. പിന്നെ അവൻ അവിടുന്ന് മാറിപ്പോയിട്ട് വേറെ കിണർ കുഴിച്ച് അവന്റെ അപ്പനിട്ട പേര് തന്നെ അതിനിട്ടു. അവന്റെ ദാസന്മാർ കിണർ കുഴിച്ചു, നല്ലൊരു ഉറവയുള്ള കിണർ കണ്ടു. പറയുന്ന ഭാഗം ശ്രദ്ധിച്ചോണം. നമുക്ക് ആരുടെയെങ്കിലും നന്മ മുടക്കാൻ കഴിയുമെങ്കിൽ നന്മ മുടക്കുന്നതിന് നമുക്ക് പരിമിതിയുണ്ട്. കിണർ മാത്രമേ മൂടാൻ അടയ്ക്കാൻ കഴിയത്തുള്ളൂ, ഉറവ അടയ്ക്കാൻ കഴിയുമോ? ഇല്ല. ഉറവ ആരുടെ ഇരിക്കുക? ഉറവ തമ്പുരാന്റെ ഇരിക്കുന്നതാ, മണ്ണേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഒരാളെ ദോഷം വരുത്തണമെന്ന് ആഗ്രഹിച്ചാൽ ദോഷം വരുത്താം, പക്ഷെ അതിന് പരിമിതിയുണ്ട്. തമ്പുരാൻ ആഗ്രഹിച്ച കാര്യം സമയത്ത് ഉറവ അടിയിക്കൂടാ. അവൻ അടിയിക്കൂടെ പ്രവർത്തിച്ച് അവന് കൊടുത്തുകൊണ്ടേയിരിക്കും.
മനസ്സിലാക്കി. അതുകൊണ്ട് ആർക്കും ദോഷം നമ്മൾ മുഖാന്തരം ഉണ്ടാകരുത്. ഞാൻ മുഖാന്തരം, എന്റെ സംസാര മുഖാന്തരം, എന്റെ സ്വഭാവ മുഖാന്തരം, എന്റെ ഇടപാട് മുഖാന്തരം ഒരുവന്റെ നന്മ അടഞ്ഞു പോകരുത്. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചേ പറയാവൂ. ആർക്കും ദോഷം വരരുത്. പറയാൻ അറിയത്തില്ലെങ്കിൽ അറിയാത്ത കാര്യം പറയരുത്. അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാര്യം പിടികിട്ടിയല്ലോ. എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. നമുക്ക് അടഞ്ഞു പോയെങ്കിൽ തുറക്കാനും പോകണ്ട. നമ്മൾ തുറന്നിരിക്കുവാണെങ്കിൽ ശിഷ്ടമായിട്ട് വിനിയോഗിക്കുക. ആർക്കും ദോഷം ചെയ്യാതിരിക്കാനായിട്ട് ചെയ്യാം. നമ്മുടെ ആരെങ്കിലും അടയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇസ്ഹാഖ് സ്വഭാവം ഉണ്ടാകട്ടെ, അവിടെ നമുക്ക് മാറിപ്പോയേക്കണം. കർത്താവ് എന്റെ ഉറവയ്ക്ക് ഭംഗം വരുത്തത്തില്ലെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ചിന്ത കർത്താവിനെ അധികം സ്നേഹിപ്പാൻ, വിശുദ്ധനും സത്യവാനുമായവനാണ് എന്റെ കർത്താവ്, സഭയുടെ കാന്തൻ എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ. താക്കോൽ അവന്റെ കയ്യിലാണ്. നാട്ടുകാരുടെ താക്കോൽ ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനൽ താക്കോൽ ആരുടെ കയ്യിലാണ്? കർത്താവിന്റെ കയ്യില. അവനൊരു കാര്യം ചെയ്താൽ അത് ഭംഗിയായി ചെയ്യുന്ന പൂർണ്ണ ബോധ്യത്തോടെ ജീവിപ്പാൻ, കർത്താവിന് പ്രസാദവും പ്രയോജനവുമായി ഫലപ്രദമായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നതാണ്.